ഇന്ത്യയുടെ 2020 ടീം അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനം. അതിലുപരി ഇതൊരു ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമാണ്. ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമാണ്. അതിൻ്റെ അടുത്ത ടൂർണമെൻ്റ് ആണ്. പക്ഷേ ലോകകപ്പ് നേടിയ ടീമിൽ നിന്ന് അടുത്ത ടൂർണമെൻറ്റിലേക്ക് പോകുമ്പം ലോകകപ്പ് നേടിയ ടീമിൻ്റെ ക്യാപ്റ്റൻ തന്നെ ഇല്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ വിരമിച്ച് പോകണം. ലോകകപ്പ് നേടിയ ക്യാപ്റ്റൻ വിരമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വിശ്രമം അനുവദിക്കും. ഇത് അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യാണ്. അങ്ങനെ പ്രാദേശിക ലീഗ് കളിക്കാൻ പോയിരിക്കുകയാണ്. കാരണം ലോകകപ്പ് നേടിയ ടീമിന്റെ ക്യാപ്റ്റനാണ്. അതെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന ദൗത്യവും ലോകകപ്പ് നേടുക എന്നുള്ളതാണ്. അതപ്പോ നേടിയെടുത്തു. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ മോശമാണ്. സൂര്യകുമാർ യാദവ് എന്തായാലും ഇന്ത്യയുടെ പിന്നെ അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. T20 ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, ഇതിനകത്ത് ആര് ക്യാപ്റ്റൻ ആകും? സഞ്ജു ആകുമോ, ഇഷാൻ ആകുമോ, ശ്രേയസ് ആകുമോ എന്നുള്ളതാണ്. എന്താണെങ്കിലും സൂര്യകുമാർ പുറത്തേക്ക് പോകുന്നത് നമുക്ക് ഉറപ്പായിരുന്നു. എന്തായാലും സൂര്യകുമാർ പുറത്തേക്ക് പോയി. പകരം വന്നിരിക്കുന്നത് വൈഭവ് സൂര്യവംശിയാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു എൻട്രിയാണ്. കാരണം ഇനിയെങ്കിലും ആ കൊച്ചു പയ്യനെ കളിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം എന്ന് തന്നെ പറയത്തക്ക രീതി. പക്ഷേ ഇപ്പോൾ ഈ ടീം വന്നു കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റനായിട്ട് ശ്രേയസ് അയ്യർ എത്തുന്നു, വൈസ് ക്യാപ്റ്റനായിട്ട് തിലക് വർമ്മ. പക്ഷേ ഈ ടീം വന്നു കഴിഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഓപ്പണർമാരുടെ ഭയങ്കര ഇടിയാണ്. ആരൊക്കെ ഓപ്പൺ ചെയ്യും? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകകപ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു ടീമാണ്. ലോകകപ്പ് നേടുക എന്ന് പറഞ്ഞാൽ അതൊരു വിന്നിങ് കോമ്പിനേഷനാണ്, മികച്ച ടീമാണെന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. അപ്പം അങ്ങനെ ഒരു ടീമിൽ നിന്ന് പുതിയൊരു ടീം വരുന്നു. അപ്പോൾ ഈ ലോകകപ്പ് നേടുമ്പം രണ്ടുപേരാണ് ശ്രദ്ധാകേന്ദ്രങ്ങളാവുന്നത്. ഒന്ന് ക്യാപ്റ്റൻ, പിന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ്. അപ്പം ക്യാപ്റ്റൻ ഔട്ടാണ്. പക്ഷേ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് സഞ്ജു സാംസൺ ടീമിലുണ്ട്. സ്വാഭാവികമായിട്ട് അസാധ്യമായ പ്രകടനമാണ്. അതെ, അയാൾ ഒറ്റയ്ക്കാണ് നേടിയത്. അല്ലാതെ ക്യാപ്റ്റൻസിക്ക് ക്വാർട്ടർ, സെമി, ഫൈനൽ 3 കളി അയാൾ ഒറ്റയ്ക്ക് നേടിയെടുത്താണ്. അതേപോലെ തന്നെ പിന്നെ പുള്ളി IPL വന്നിട്ട് 2 സെഞ്ചുറി ഒരു സീസൺ നേടുക എന്ന് പറഞ്ഞാൽ വലിയ. വേറൊരു കാര്യം കൂടി അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ ലോകകപ്പ് നേടിയ ടീമിലില്ല, അതിനു മുമ്പ് 2 വർഷമായിട്ട് ടീമിലില്ലാത്ത ഒരാളാണ് ശ്രേയസ് അയ്യർ. അയാൾക്ക് അന്താരാഷ്ട്ര മത്സര പരിചയം ഇല്ല ഇതിനകത്ത്. അല്ല, എന്നാലും ശ്രേയസ് അയ്യർ എന്ന് പറഞ്ഞാൽ ഒരു ഫിറ്റ്നസിന്റെ പ്രശ്നം. പക്ഷേ മികച്ച നമ്മൾ ക്യാപ്റ്റൻ അല്ല, എവിടെ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന, ഏത് ഷോട്ട് വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന ഈ നമ്മള്. അത് മാത്രമല്ല, പുള്ളി ഒരിക്കലും എന്താണ് ടീമിന് വേണ്ടി വിക്കറ്റ് ഒരു ഘട്ടത്തിലും പുള്ളി അങ്ങനെ റൺസ് എടുക്കാൻ വേണ്ടി ക്രീസിൽ ഉറച്ചു നിൽക്കുക അങ്ങനെയൊന്നുമില്ല. ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അലസനായ ഒരു പ്ലെയർ ആണെന്ന് പറയാം. ബാറ്റിംഗ് കണ്ട ഒരു അലസതയാണ്. എന്താണെങ്കിലും നമ്മൾ ഈ ഓപ്പണിംഗ് സ്ലോട്ടിൽ എന്ത് സംഭവിക്കും? ഓപ്പണിംഗ് സ്ലോട്ടിൽ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞത് സഞ്ജുവിനെ കളിപ്പിച്ചേ പറ്റൂ. കാര്യം സഞ്ജു ലോകകപ്പ് നേടിത്തന്ന ഓപ്പണറാണ്. അഭിഷേക് ശർമ്മയെ മാറ്റാനും പറ്റില്ല. അഭിഷേക് ശർമ്മ അത്രത്തോളം ഫോമിലല്ല നിലവിൽ. എങ്കിൽ പോലും വൈഭവ് സൂര്യവംശിക്ക് വേണ്ടിയാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്. വൈഭവ് സൂര്യവംശിയെ മാറ്റാൻ പറ്റില്ല. വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് IPL ജയിപ്പിച്ച് ടീമിനെ രാജസ്ഥാനെ മുന്നോട്ട് കൊണ്ടുപോയ അവസാന മത്സരത്തിൽ പോലും പ്ലേ ഓഫിൽ വരെ പുള്ളിയാകും. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആണ്. ഞാൻ പറഞ്ഞ ലോകകപ്പിലെ പ്ലെയറും IPL പ്ലെയറും ഇന്ത്യൻ ടീമിൽ വരെയാണ്. സ്വാഭാവികമായിട്ട് അവരെ തന്നെ ഓപ്പൺ ചെയ്യിക്കേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സഞ്ജുവിന്റെ IPL പ്രകടനം മോശമല്ല. വൈഭവും സഞ്ജു ഓപ്പൺ ചെയ്യും. തൽക്കാലം ഇദ്ദേഹത്തെ അവിടെ മാറ്റിയിരുന്നു. അഭിഷേക് വൺ ഡൗൺ ആയിട്ട് ഇറങ്ങും. ചിലപ്പോൾ വൺ ഡൗൺ ഇറക്കാൻ സാധ്യത കുറവാണ്. വൺ ഡൗൺ എന്തായാലും ഇഷാൻ കിഷൻ അല്ലേ വരാൻ പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞ സഞ്ജു നല്ല വിക്കറ്റ് കീപ്പറാണ്. നമ്മൾ IPL തെളിഞ്ഞതാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല വിക്കറ്റ് കീപ്പർ സഞ്ജു ആണ്. ഇതിനകത്ത് ഇപ്പം പ്രശ്നം വൈഭവോ അഭിഷേകോ. കാരണം 2 കാരണമുണ്ട്. 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ്, ഒരു റൈറ്റ് ഹാൻഡർ ഓപ്പണർ ഉള്ളപ്പോൾ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ വെച്ച് ഓപ്പൺ ചെയ്യുന്ന സാധ്യത വളരെ കുറവാണ്. ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ IPL കളിക്കുമ്പോൾ സൺറൈസേഴ്സിന് വേണ്ടി അല്ല, അഭിഷേക് ശർമ്മ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഡൗൺ ഒക്കെ ഇറങ്ങാൻ സാധ്യതയുള്ളൂ. പുള്ളിയെ അങ്ങനെയായിട്ട് ഇറക്കത്തില്ല. സഞ്ജുവും ആദ്യത്തെ കളിയിൽ സഞ്ജുവും വൈഭവും തന്നെ ഇന്ത്യയുടെ ഓപ്പണർമാരാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇടങ്കയ്യന്മാരുള്ള ഒരു ടീമാണ്. ഇപ്പം വൈഭവ്, അഭിഷേക്, തിലക് വർമ്മ, ഇഷാൻ കിഷൻ, പിന്നെ ബാക്കിലായിട്ട് പോയി കഴിയുമ്പോൾ വാഷിംഗ്ടൺ സുന്ദർ, ശിവം ദുബെ, അക്സർ പട്ടേൽ, ഇവരെല്ലാം ഇടത്തുകയ്യന്മാരായി ഇതിനകത്ത്. ഇപ്പം അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്, ശ്രേയസ് അയ്യറിന് സാധ്യത ഏറെയാണ്. 2 പേരും വലങ്കയും ബാറ്റ്സ്മാൻമാരായതുകൊണ്ട് 2 പേരെങ്കിലും വേണ്ടേ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യത അഭിഷേകും വൈഭവും കൂടെ ഇറങ്ങിയിട്ട് സഞ്ജുവിനെ ഫസ്റ്റ് ഡൗൺ ആയിട്ടും ഇറക്കാം. ഇതിനകത്ത് നമ്മൾ നോക്കിയേ, ഹർഷദീപ് സിംഗ് വരെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് ഇല്ലേ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രിൻസ് യാദവ് ആണ്. മുഹമ്മദ് സിറാജിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് സിറാജും ഉണ്ട്. പ്രിൻസ് യാദവ്. ബുംറയ്ക്ക് പകരം ഒരു ബൗളിംഗ് അറ്റാക്കിനൊരു പരിചയസമ്പന്നത വരാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. ബാക്കി എല്ലാവരും ഈ ഉള്ളവരൊക്കെ തന്നെയാണ്, നേരത്തെ തന്നെ ടീമിലുള്ള ആൾക്കാർ തന്നെയാണ്.
എന്താണെങ്കിലും ഈ ബാറ്റിംഗ് കോമ്പിനേഷൻ എന്താവും എന്നുള്ളതാണ്. ബാറ്റിംഗ് കോമ്പിനേഷൻ ഓപ്പണിംഗ് സ്ലോട്ടിലാണ് പ്രശ്നം കിടക്കുന്നത്. അതുപോലെ സഞ്ജുവിനെ കളിപ്പിക്കേണ്ടി വരും, കാര്യം സഞ്ജു ലോകകപ്പ് നേടിയ. അതെ, പിന്നെ വേറെ കാര്യമുണ്ട്, തിലക് വർമ്മയെ മാറ്റി നിർത്താൻ പറ്റില്ല, അയാളെ വൈസ് ക്യാപ്റ്റൻ. തിലക് വർമ്മ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാം, അത് 1 down വേണേ കളിപ്പിക്കാം, ഓപ്പൺ ചെയ്യിക്കാം, എവിടെ വന്നാലും സൂചിട്ട പോലെ അടി തുടങ്ങുന്ന ഒരാളാണ്. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, അല്ലെ ആഹ്ലാദിക്കാം, ഒരു 4 ഇന്ത്യൻ ടീമിനുള്ള കളിക്കാർ പുറത്ത് നിൽക്കും. അത് മാത്രമല്ല, ഈ നമുക്കൊരു മലയാളികൾ എന്ന നിലയിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രേയസ് അയ്യർ പാതി മലയാളിയാണ്. അപ്പൊ ഒരു തൃശ്ശൂരുകാരൻ. അതെ, മലയാളം സംസാരിക്കുന്ന മലയാളിയാണ്, അല്ലാത്ത മലയാളിയാണ്. അല്ല, പുള്ളിക്ക് മലയാളം നന്നായിട്ട് അല്ല, നമ്മുടെ ഇന്ത്യൻ ടീം എന്ന മലയാളികളെല്ലാം മലയാളം സംസാരിക്കുന്നവരാണ്. അജയ് ജഡേജ നന്നായിട്ട് മലയാളം സംസാരിക്കും. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കക്ഷിയിലേക്ക് ഇന്ത്യയുടെ ക്യാപ്റ്റൻസി എത്തുകയാണ്. അതെ, അപ്പൊ പാതി മലയാളി. നമ്മൾ വിചാരിച്ചിരുന്ന ഫുൾ മലയാളിയായിട്ടുള്ള സഞ്ജുവിന് കിട്ടുമെന്നാണ്. പക്ഷെ സഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന്, സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മയാണ് ഇതിനകത്തൊരു പ്രശ്നം. ഇത് ലോകകപ്പിൽ അദ്ദേഹത്തിന് അതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. അത് മാത്രമല്ല, സ്ഥിരതയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം IPL 2 സെഞ്ചുറി അടിക്കുന്നു, 2 50 അടിക്കുന്നു, മികച്ച പ്രകടനം നടത്തുന്നു. ടീമിന്റെ ഒരു മൊത്തം പ്രകടനം കാരണമാണ് സഞ്ജു ആ ടീം ഒന്ന് പതറിപ്പോയത്. തുടക്കത്തില് ടീം സെറ്റ് ആവുന്നതിന്റെ പ്രശ്നം, ആദ്യത്തെ 3 മാച്ചുകൾ തോറ്റുകൊണ്ടാണ് ചെന്നൈക്ക് പ്ലേ ഓഫിൽ എത്താൻ പറ്റാത്തത്. അപ്പം സഞ്ജു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. 2020 നിലവാരത്തിനനുസരിച്ചുള്ള സ്ഥിരത IPL ടൂർണമെന്റിൽ ലോങ് ഫോമാറ്റാണ്. 14 മാച്ചാണെന്ന് തോന്നുന്നത്. ഈ 14 മാച്ചിന് സഞ്ജു കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ മാറ്റുന്നത് പറയുന്നത് ശരിയല്ല, സ്ഥിരതയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇതിനകത്ത് ഏറ്റവും ദയനീയം സൂര്യകുമാറിന്റെ കാര്യം തന്നെയാണ്. സത്യത്തിൽ നമുക്കറിയാം, സൂര്യകുമാർ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ലോകകപ്പ് നേടിയ ക്യാപ്റ്റനെ പുറത്താക്കുക എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ നല്ല ഒരു 3 കൊല്ലമായിട്ട് ഔട്ട് ഓഫ് ഫോം ആണ്. കാരണം എന്താണെന്നറിയാം, അയാള് 2023, 24 പുള്ളിക്ക് വലിയ ഫോം ഒന്നും ഉണ്ടായിരുന്നില്ല. 25, 26 എന്നൊക്കെ പറഞ്ഞ തീരെ ഫ്ലോപ്പാണ്. പുള്ളിക്കൊന്നും ഒരു നല്ല സ്കോർ കണ്ടെത്താനോ ഒരു മാച്ച് വിന്നിങ്ങിനോ പുള്ളിയെ കൊണ്ട് പറ്റിയിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ എന്താണ്, T20 ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇയാളെ ക്യാപ്റ്റനാക്കി വളർത്തിക്കൊണ്ട് വന്നുകൊണ്ട് മാത്രം തുറന്നു കൊണ്ടുപോയതാണ്. അപ്പൊ T20 വേൾഡ് കപ്പിൽ പോലും പുള്ളി എന്നാ കളി കളിച്ചു എന്നാ, ഒരു ആദ്യത്തെ കളി അമേരിക്കക്കെതിരെ ഒരു കളി എങ്ങാണ്ട് കളിച്ചു, അത്രയല്ലേ ഉള്ളൂ. വേറെ ഒന്നും കളിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. വേറെ നല്ല സ്കോറൊന്നും വന്ന ഒരു മത്സരം പോലും പുള്ളിയുടെ പിന്നീട് വന്നിട്ടില്ല. എന്തായാലും സ്കൈയുടെ കാലം കഴിഞ്ഞു. സ്കൈനി വിരമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചെറിയൊരു സ്പാൻ ഓഫ് ടൈമേ പുള്ളിക്ക് കിട്ടി. അതെന്താണെന്ന് ചോദിച്ചാൽ, അയാൾ ടീമിൽ വരുന്നത് വളരെ താമസിച്ചാണ്. അയാൾ 30ാമത്തെ വയസ്സിലല്ലേ ടീമിൽ, 30-32 വയസ്സുള്ളപ്പോഴാണ് ടീമിൽ. അപ്പൊ ഇത്രയും കാലം കൊണ്ട് അയാൾ ആദ്യത്തെ അയാളുടെ എന്താ പറഞ്ഞേ, ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു പവർ ആയിരുന്നു, പവർ ഹിറ്റർ. അതുപോലെ ഹിറ്റർ അല്ല, എവിടെ വേണമെങ്കിലും നന്നായിട്ട് അടിക്കുന്ന നല്ല ആംഗിളിൽ 6 അടിക്കാൻ പറ്റുന്ന. എന്താണെങ്കിലും ഒരു വലിയ യുഗത്തിന് അന്ത്യം വീണിരിക്കുകയാണ്. കാരണം മഹാരഥന്മാരായിട്ടുള്ള ക്രിക്കറ്റേഴ്സ് എല്ലാം കയറിപ്പോവാണ്. ഇപ്പം വിരാട് കോഹ്ലി അവസാനിപ്പിച്ചു, ജഡേജ അവസാനിപ്പിച്ചു, രോഹിത് ശർമ്മ അവസാനിപ്പിച്ചു. ലോകകപ്പ് ഉയർത്തിയ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെ ഒരു ഇതിഹാസമായി മാറി സൂര്യകുമാറിനെ നല്ല ഒരു ഗോൾഡൻ ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഇന്ത്യൻ ടീം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഈ പുതിയ ടീം നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒറ്റയാളെയാണ്, സഞ്ജുവിനെ അല്ലത്, അത് വൈഭവ് സൂര്യവംശിയാണ്. അയാൾ എന്താണ് ഈ ഇംഗ്ലണ്ടിലും അയർലൻഡിലും കാണിക്കാൻ? ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ, വൈഭവ് സൂര്യവംശി വന്നാൽ സഞ്ജുവാണ് ഓപ്പണിംഗ് ചെയ്യുന്നതെങ്കിൽ സഞ്ജുവിന് വലിയ ഗുണകരമായി മാറും. കാരണം വൈഭവ് വിജയിക്കുകയാണെങ്കിൽ സഞ്ജുവിന്റെ കരിയർ എന്ന് പറഞ്ഞാൽ ദീർഘകാലം പോകും. സഞ്ജു പലപ്പോഴും ഔട്ടാവുന്നതെന്ന് പറഞ്ഞാൽ സഞ്ജുവിന്റെ സഹ പ്ലെയറിന്റെ ആക്രമണം. ഈ IPL സഞ്ജു നിറം വാങ്ങാൻ കാരണം അവിടെ ഓപ്പണറായിട്ട് നിറമങ്ങി എന്ന് പറയാൻ പറ്റൂല. അത്രയും റൺസ് പുള്ളി നമ്മൾ പ്രതി ഒരു 500 മേളിലൊക്കെ പുള്ളി പോയനെ. ഋതുരാജ് ഗേക്വാദ് എന്ന് പറയുന്ന ആള് ഔട്ട് ഓഫ് ഫോം ആണ്. അയാൾക്ക് റൺസ് അടിക്കാൻ പറ്റുന്നു. സൂര്യകുമാർ യാദവിന്റെ അവസ്ഥയിലായിരുന്നു. അതാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് നമ്മുടെ ഒരു പയ്യനുണ്ടായിരുന്ന ആയുഷ് മാത്രേ, ഈ ആയുഷ് മാത്രേ ഇടയ്ക്ക് പരിക്കേറ്റ് കയറിപ്പോയി. പക്ഷെ ആയുഷ് മാത്രേ, ഈ ഋതുരാജ് ഔട്ടായി കഴിഞ്ഞ ആയുഷ് മാത്രേ 1 down വന്ന 2 കളിയുണ്ട്. ആ 2 കളിയിലും ഇവർ രണ്ടുപേരും ഗംഭീരമായിട്ട് സ്കോർ ചെയ്തു. ഈ ആയുഷ് മാത്രം സത്യത്തിൽ ഓപ്പണറാണ്. അയാളെ കൊണ്ട് ഓപ്പൺ ചെയ്ത് സഞ്ജുവിന്റെ കൂടെ ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ സഞ്ജുവിന് വൈഭവ് അടിച്ചാൽ സഞ്ജുവിന് സമ്മർദ്ദം ഇല്ലാതെ ലോങ് ഇന്നിംഗ്സ്. അതാണ്, അവിടെയാണ് ഇപ്പൊ വരാൻ പോകുന്നത്. എന്താണെങ്കിലും വളരെ നല്ല ഒരു ഇന്ത്യൻ ടീമാണ് അയർലൻഡിലേക്ക് പോകുന്നത്. നമുക്ക് ഈ കൊച്ചു പയ്യൻ എന്ത് കാണിക്കും എന്നുള്ളതാണ്, അവന് എന്ത് കാണിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു. പയ്യനും ചേട്ടനും ഇവര് രാജസ്ഥാൻ റോയൽസിലായിരുന്നു കണ്ടുപിടിച്ചത്. അല്ലെ, ഈ ലോകത്തിന് ഈ കൊച്ചു ഇറങ്ങാൻ അടിക്കാൻ ഇനി അതുകൊണ്ട് ഒലി റോബിൻസൺ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ എല്ലാം ഇയാൾ അടിച്ച് പരിപ്പളകി. കമ്മിൻസിനെ പോലെ ഒരു ലോകോത്തര ബോളറൊക്കെ അടുപ്പിച്ച് 3 6 അടിക്കുക എന്ന് പറഞ്ഞാൽ ഇയാളെ ശരിക്കും ഉമ്രയുടെ ഒക്കെ അഡ്രസ് പോയി കളഞ്ഞില്ലേ. അല്ല ലോകോത്തര ബോളർമാരെ എല്ലാം അടിച്ചു. അവൻ അടിച്ചതെല്ലാം എന്തുമായിരുന്നു, ഗുണ്ടകളായിരുന്നു എന്ന് പറഞ്ഞ പോലെ സിനിമയിൽ പറയത്തില്ലേ. അപ്പൊ എന്താണെങ്കിലും വൈഭവിന്റെ കളി കാണാനാണ് ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുന്നത്.